വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കോ വളർത്തുപക്ഷികൾക്കോ ദിനവും അസുഖമാണോ? വാസ്തുദോഷം കാരണമാണോ ഇത് എന്ന് നോക്കാം. നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗത്ത്, പ്രത്യേകിച്ച് തെക്കു പടിഞ്ഞാറ് കന്നിമൂല ഭാഗമോ തെക്ക് കിഴക്ക് അഗ്നികോൺ ഭാഗമോ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റ് എന്നിവയാൽ മലിനപ്പെട്ടാലോ, കിണറോ കുളം പോലുള്ളവ കാരണം ആ ഭാഗത്തെ ഭൂമിയിൽ ജലസാന്നിധ്യം ഉണ്ടായിരുന്നാലോ ആ വീട്ടിലെ സ്ത്രീകൾ നിത്യരോഗികൾ ആയിരിക്കും. അതേപോലെ തന്നെ കിഴക്കു ഭാഗത്തോ പടിഞ്ഞാറു ഭാഗത്തോ ഇപ്പറഞ്ഞ ടോയ്ലറ്റ് പോലുള്ളവ വന്ന് മലിനപ്പെട്ടാൽ പുരുഷന്മാർക്കാണ് ദോഷമാവുക. ഇത് തന്നെ ആ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കും ബാധകമാണ്. അതായത് തെക്ക് കിഴക്ക് മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങളിലെ പെൺവർഗത്തിനും ദോഷം തന്നെയാണ്. നമ്മുടെ വീടിനോ സ്ഥലത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടായാൽ അത് ആദ്യം ബാധിക്കുക ആ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സമയദോഷം കാരണം വിട്ടുമാറാത്ത കഠിനമായ ഏതെങ്കിലും അസുഖം വന്ന് ബുദ്ധിമുട്ടുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോയേക്കാം എന്നുള്ള സാഹചര്യത്തിൽ വീട്ടിലെ തന്നെ ഏതെങ്കിലും വളർത്തുമൃഗം പെട്ടെന്ന് അസുഖമായി മരിക്കുന്നതായി കാണാം. ഈ ഒരു മരണത്തോടെ അത്ഭുതം പോലെ നമ്മുടെ അസുഖം ഭേദപ്പെടാനും തുടങ്ങും, നമ്മൾ രോഗമുക്തരുമാകും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ, ചില കർമ്മഫലങ്ങൾ, ദോഷങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. പക്ഷേ ദൈവവിശ്വാസികളും ഉപാസകരും ദൈവാധീനവും ആയുസ്സുമുള്ളവരാണെങ്കിൽ രോഗപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിലും നിങ്ങൾക്ക് അവിടെ അകാല മൃത്യു ഉണ്ടാകില്ല. പക്ഷേ ഒരു മരണം അനിവാര്യമായ ഘട്ടത്തിൽ അത് നിങ്ങളുടെ വളർത്തുമൃഗം സ്വീകരിക്കുകയും മരണമടയുകയും ചെയ്യും. ഇനി വളർത്തുമൃഗങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ, ദൈവാധീനം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുമായി ആ സമയത്ത് പൂച്ചയോ പട്ടിയോ ഒക്കെ വീട്ടിൽ വന്നു കയറും. വന്നു കയറി കുറെ നാള് നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അസുഖം പിടിപെടാൻ തുടങ്ങും. അല്ലെങ്കിൽ അവ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായ പോലെ ആളെ കാണാനില്ലാതാകും. ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. ഇവിടെയും നടന്നത് ഒരേ കാര്യം തന്നെയാണ്. നിങ്ങളുടെ വിധി നടക്കുകയും വേണം, നിങ്ങളുടെ ഉപാസന കൊണ്ട് നിങ്ങൾക്ക് രക്ഷയും വേണം. അപ്പോൾ ആ വിധി നടക്കാനായി ഒരു മൃഗം നിങ്ങളുടെ പക്കലെത്തുകയും ആ വിധി സ്വയം സ്വീകരിക്കുകയും ചെയ്യും. ഒരു വീടായാൽ ഏതെങ്കിലുമൊക്കെ നാൽക്കാലിയെങ്കിലും വേണമെന്ന് പറയും. അതിന്റെ കാരണം ഇത് തന്നെയാണ്. വളർത്തുമൃഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവ നിങ്ങൾക്കൊരു കവചമായി പ്രവർത്തിക്കും. പെട്ടെന്നുള്ള കഷ്ടനഷ്ടങ്ങളിൽ അവ നിങ്ങൾക്കൊരു രക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നു കയറുന്ന മൃഗങ്ങളെ കഴിവതും ഒന്നും ചെയ്യാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വിധി സ്വീകരിക്കാൻ എന്നോണം വന്നു കയറുന്നതാവാം. വാസ്തുവിലൂടെ നോക്കിയാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരേ വർഗത്തിനാണ് തുടർച്ചയായി രോഗം വരുന്നത്, മരിച്ചു പോകുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സൂചനയായി കാണണം. അതായത് തുടർച്ചയായി പെൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ രോഗിയാവുകയും മരിക്കുകയും ചെയ്യുന്നു. പെൺപൂച്ചകൾ, പെൺപട്ടികൾ അങ്ങനെയുള്ളവ വാഴുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് ദോഷമായതെന്തോ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വാസ്തു വിദഗ്ധനെ വിളിച്ച് വീടും സ്ഥലവും കാണിച്ച് ദോഷങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തണം. ഒരു ജ്യോത്സ്യനെ കണ്ട് സമയദോഷ പരിഹാരങ്ങളും ചെയ്യണം. ഒരു പൊതുവായ പരിഹാരം എന്നോണം ഭൂമിദോഷ ശമനത്തിനും നാൽക്കാലി രക്ഷയ്ക്കും വ്യാഴാഴ്ച ദിനം ബ്രഹ്മരക്ഷസ് പൂജയും പാൽപായസവും നടത്താം. വാസ്തു ജ്യോതിഷ ദോഷ പരിഹാരങ്ങൾക്ക് ആയവ വിശദമായി നോക്കിയെങ്കിൽ മാത്രമേ പരിഹാരം കാണാനായിട്ട് സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് നന്ദി.